ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നവഭാരത വികസനത്തിന്റെ 12 വർഷങ്ങൾ. 2047 വികസിത ഭാരതം. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അശ്രാന്ത പരിശ്രമം ആരംഭിച്ചിട്ട് 12 വർഷങ്ങൾ പൂർത്തിയാകുന്നു. സമസ്ത മേഖലയിലും ഇന്ത്യയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഈ യാത്ര കേവലം ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് നവഭാരതം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സമഗ്രമായ മുന്നേറ്റം കൂടിയായിരുന്നു. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ വികസനത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തികളായി അംഗീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരിഷ്കാരങ്ങൾ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഏവർക്കുമൊപ്പം, ഏവരുടെയും വികസനം, ഏവരുടെയും പ്രയത്നം, ഏവരുടെയും വിശ്വാസം. ഈ മന്ത്രത്തിലൂന്നി വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വ്യക്തിയിലേക്കും എത്തിക്കാൻ നൂതന പദ്ധതികളിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം അളക്കപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും ദരിദ്രനായ പൗരന്റെ ജീവിത നിലവാരം നോക്കിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ദരിദ്ര ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാൻ വിപ്ലവകരമായ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയത്. ഏറ്റവും പ്രധാനമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരംഭിച്ച് നിലവിലും തുടരുന്ന ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. രാജ്യത്തെ 81 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം ധാന്യം പൂർണ്ണമായും സൗജന്യമായും ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് സാധാരണക്കാരെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇന്ന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പദ്ധതി വഴിയാണ്. കേവലം ഒരു ശുചിത്വ പരിപാടി എന്നതിനപ്പുറം സ്ത്രീകളുടെ അന്തസ്സും ജനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ച ജനകീയ മുന്നേറ്റമാണ് സ്വച്ഛ് ഭാരത് മിഷൻ. രാജ്യത്തുടനീളം 12 കോടിയിലധികം ശൗചാലയങ്ങളാണ് പദ്ധതി വഴി നിർമ്മിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് ബാങ്കുകളിൽ നിന്ന് ഈടില്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്ന PM സ്വാനിധി പദ്ധതി കോടിക്കണക്കിന് ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമായി മാറി. സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലും രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിയത്. 2015 വെറും 32.21% രാജ്യത്തെ സാമൂഹ്യ സുരക്ഷാ പരിരക്ഷ 2025 ആയപ്പോഴേക്കും 64.3% ആയി ഉയർന്നു. ഇന്ന് 94 കോടിയിലധികം പേർ രാജ്യത്ത് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CV ജയമണി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചത് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവദിക്കുന്ന PM ജൻധൻ പദ്ധതികളിലൂടെയാണ്. അതിൻ്റെ പ്രയോജനം സാധാരണക്കാരിൽ എത്തിച്ചത് സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നേരിട്ട് പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ പാചകവാതക കണക്ഷനുകളും വൈദ്യുതിയും ശുദ്ധജലവും മോദി സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിച്ച പദ്ധതികളായി മാറി. വെളിയിട വിസർജ്യ മുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷക്കണക്കിന് ശുചിമുറികളാണ് ഗ്രാമീണ തലത്തിലും നഗരപ്രാന്തങ്ങളിലും മോദി സർക്കാർ ഈ കാലയളവിൽ നിർമ്മിച്ചു നൽകിയത്. സ്വാശ്രയശീലം സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭര ഭാരത പദ്ധതി എന്നിവ വികസന ഭാരത ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടിയായി മാറുകയായിരുന്നു. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് മഹാമാരിക്കെതിരെ ഭാരതം വാക്സിൻ നിർമ്മിച്ച് പ്രതിരോധം സൃഷ്ടിച്ചത്. സ്വയം പ്രതിരോധിക്കുക മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് വാക്സിൻ നൽകി അവരെയും മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഡിജിറ്റൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ വ്യാഴവട്ടക്കാലം കൊണ്ട് മോദി സർക്കാരിന് കൈവരിക്കാൻ സാധിച്ചത്. UPI പോലുള്ള നവീന സാമ്പത്തിക സംവിധാനത്തിലൂടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഭാരതം ലോകത്തിന് മാതൃകയായി മാറുകയായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ,
തുറമുഖ പദ്ധതികൾ എന്നിവ സമാനതകളില്ലാത്ത സൗകര്യമാണ് സാധാരണക്കാർക്ക് ലഭ്യമാക്കിയത്. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2014 മുതൽ ആരോഗ്യമേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ഇതിന് ഉദാഹരണമാണ്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നു. രാജ്യത്തെ എയിംസുകളുടെ എണ്ണം 23ആയി ഉയർന്നതും 12 വർഷം കൊണ്ട് അലോപ്പതി മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387-ൽ നിന്ന് 818ആയി വർദ്ധിച്ചതും എടുത്തു പറയേണ്ടതാണ്. സാധാരണക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന രാജ്യത്തെ ജനങ്ങൾക്ക് ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളിൽ 3 കോടിയിലധികം വീടുകൾ സ്ത്രീകളുടെ പേരിൽ മാത്രമായോ അല്ലെങ്കിൽ സംയുക്തമായോ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജൻധൻ അക്കൗണ്ടുകളിൽ 55% സ്ത്രീകളുടേതാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അഥവാ സ്റ്റെം വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 43%-ആയി ഉയർന്നു. സൈനിക സ്കൂളുകളിലും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും വനിതാ കേഡറ്റുകളുടെ ആദ്യ ബാച്ചുകൾ ഈ കാലയളവിൽ പ്രവേശനം നേടി. ഇതിലൊക്കെ ഉപരിയായി പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന ചരിത്രപരമായ നിയമനിർമ്മാണം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയതും എടുത്തു പറയേണ്ടതാണ്. രാജ്യത്തിന്റെ അടിത്തറയായ കാർഷിക മേഖലയിലും ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നിർണായക നടപടികൾ കൈക്കൊണ്ടു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയായി. ഭക്ഷ്യധാന്യോൽപാദനത്തിൽ 90 ദശലക്ഷം മെട്രിക് ടണ്ണിന്റെ വർധനയുണ്ടായി. ഇന്ന് പാലുൽപാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ഉറപ്പാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ 2025 ഡിസംബർ വരെ 7.57 കോടി കർഷകർക്കായി 10 ലക്ഷം കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് 2026 ഖാരിഫ് വിളകളുടെ മിനിമം താങ്ങുവില കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കും. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലൂടെ കർഷകർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ ലഭ്യമാക്കുന്നു. 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തു. ഇതാണ് സമയം. ഇത് തന്നെയാണ് ശരിയായ സമയം. ഇത് ഇന്ത്യയുടെ വിലയേറിയ സമയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവാക്കൾക്ക് നൽകിയ ഈ മന്ത്രം പുതിയ തലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ കേവലം ജോലി അന്വേഷിക്കുന്നവരല്ല, മറിച്ച് ജോലി നൽകുന്ന നൂതനാശയ ഉപജ്ഞാതാക്കളായി മാറിക്കഴിഞ്ഞു. ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ മാറിയത് ഇതിന്റെ തെളിവാണ്. വിദ്യാഭ്യാസ രംഗത്ത് 34 വർഷത്തിനു ശേഷമാണ് രാജ്യം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്. ഭാരതത്തെ ആഗോള വിജ്ഞാന സൂപ്പർ പവറാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്കൂൾ കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യവും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളം 10,000-ഓളം അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളിൽ ഏറ്റവും സമുന്നമായത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ്. പഴയ 10+2 സമ്പ്രദായത്തിന് പകരം 5+3+3+4 എന്ന പുതിയ പാഠ്യപദ്ധതി ഘടന അവതരിപ്പിച്ചു. ഇത് കുട്ടികളുടെ അടിസ്ഥാനപരമായ വികസനത്തിനും വൈജ്ഞാനിക വളർച്ചയ്ക്കും മുൻഗണന നൽകി. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് നൽകുന്ന ബഹുമുഖ പഠനവും പഠനത്തെ തൊഴിൽ നൈപുണ്യവുമായി ബന്ധിപ്പിക്കുന്ന നൈപുണ്യ വികസനവും പ്രായോഗികതയിലെത്തി. വിദ്യാഭ്യാസ രംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഗവേഷണ സൗകര്യങ്ങൾ, ഡിജിറ്റൽ പഠനമാർഗങ്ങൾ, മികച്ച സർവകലാശാലകളുമായുള്ള സഹകരണം എന്നിവ കേവലം വാക്കുകൾക്കപ്പുറമുള്ള പ്രായോഗികതയായി. വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചുചാട്ടത്തോടൊപ്പം വളർന്ന നമ്മുടെ രാജ്യത്തെ മറ്റൊരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് രംഗം. 2014 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി നമ്മുടെ രാജ്യത്തെ ലോകത്തെ തന്നെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റി. ഇന്ന് 2 ലക്ഷത്തിലധികം DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 2014 $1 ബില്യൺ മൂല്യമുള്ള കമ്പനികളായ വെറും 4 യൂണിക്കോണുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത്
ഇന്ന് 120-ലധികം യൂണിക്കോണുകൾ നിലവിലുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നവേഷൻ രംഗത്തെ വളർച്ച. ഇന്നവേഷൻ സംസ്കാരം വളർത്തിയെടുക്കാൻ നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അടൽ ഇന്നവേഷൻ മിഷൻ വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കി. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിൽ ശാസ്ത്രീയ കൗതുകവും നൂതന ആശയങ്ങളും വളർത്താൻ 10,000-കണക്കിന് അടൽ ടിങ്കറിംഗ് ലാബുകൾ തുടർന്നു. അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ വഴി സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും വഴികാട്ടലും നൽകി വരുന്നു. മെന്റർ ഓഫ് ചേഞ്ച് എന്ന പദ്ധതി വഴി പരിചയസമ്പന്നരായ ആളുകളെ വെച്ച് യുവ സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പദ്ധതി നിലവിലുണ്ട്. ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളിലും ഇന്നവേഷൻ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഭാഷ ഇൻക്ലൂസീവ് പ്രോഗ്രാം പോലുള്ളവയും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ പല സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണ്. നാണയപ്പെരുപ്പം കുറഞ്ഞ നിരക്കിൽ നിലനിർത്താൻ കഴിഞ്ഞതിന്റെ ഗുണം രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി നഗരങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ആദായ നികുതി നിയമം പരിഷ്കരിച്ചതും വീട് വാങ്ങുന്നവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട് അഥവാ റെറ പാസാക്കിയതും ശ്രദ്ധേയം തന്നെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS. 2012-13 11ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 ട്രില്യണിലേക്ക് എത്തി. ഇത് വെറും 1.9 ട്രില്യൺ മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം $2.3 ട്രില്യൺ വളർച്ചയാണ് നമുക്ക് ഈ ഡെക്കേഡിലുണ്ടായിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. GST പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി. പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് GST 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത് ടാക്സ് സ്ട്രക്ചറുകൾ റാഷണലൈസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ടാക്സേഷൻ എന്നുള്ള രീതി മാറി വളരെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ടാക്സ് കുറയാനും വില നിലവാരം പിടിച്ചു നിർത്താനും പറ്റി. ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡുകൾ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റായിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു. സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. യോഗയ്ക്ക് ആഗോള പ്രാധാന്യം കൈവന്നതും മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ലോകശ്രദ്ധ നേടിയതും അയൽപക്കമാദ്യം എന്ന നയത്തിലൂടെ അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദവും എന്നാൽ ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ശക്തമായ പ്രതികരണവും G20യെ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമാക്കിയതും പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ. അതെ, കഴിഞ്ഞ 12 വർഷത്തെ നേട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതാണ്. രാജ്യം ഇന്ന് വികസനത്തിന്റെ പുതിയ യുഗത്തിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ ആഗോളതലത്തിൽ ഭാരതം സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വികസിത ഭാരതം അറ്റ് 2047. ഈ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. വരും തലമുറയ്ക്ക് സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാരതം സമ്മാനിക്കാനായുള്ള ഈ വികസന യാത്രയിൽ നാം ഓരോരുത്തർക്കും പങ്കാളിയാവാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കിയത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.